കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട്. അച്ഛന്റെ കല്യാണത്തിന് പാട്ട് പാടാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു മകൻ എന്ന് യൂട്യൂബിൽ ഒരു പാട്ടിന്റെ താഴെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ മ്യൂസിക് സ്റ്റോറീസിൽ. ഈ സിനിമയിലുള്ള 3 പേരും ഇന്ന് ജീവനോടെ ഇല്ല. മാത്രല്ല, നിങ്ങൾ മുന്നേ കൂന്താലിപ്പുഴ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല ഈ പാട്ടിലല്ലാതെ. കാരണം കൂന്താലിപ്പുഴ എന്നൊരു പുഴയേ ഇല്ല. പാട്ട് മനസ്സിലായി കാണുമല്ലോ അല്ലെ? കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി എന്നുള്ള സുജാത മോഹനും വിനീത് ശ്രീനിവാസും കൂടി പാടിയിട്ടുള്ള പാട്ടാണിത്. വിനീത് ശ്രീനിവാസിന്റെ അച്ഛന്റെ 3ാം കല്യാണമാണ് ഈ സിനിമയിൽ ആദ്യം കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഈ പാട്ടിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ള BR പ്രസാദ്. അദ്ദേഹം ഒരിക്കല് ഭാസ്കരൻ മാഷിനെ കുറിച്ചിട്ടും വയലാറിനെ കുറിച്ചിട്ടും ഒരിക്കലും ഇങ്ങനെ ഗാഢമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടുള്ള വിദ്യാസാഗർ അദ്ദേഹത്തോട് വെറുതെ ഒന്ന് പാട്ട് എഴുതാനായിട്ട് പറഞ്ഞു. അങ്ങനെ വിദ്യാസാഗറിന്റെ ഈണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ BR പ്രസാദ് വരികൾ എഴുതി. ഒന്നാങ്കിളി പൊന്നാങ്കിളി, അങ്ങനെ ഒരു 3 പാട്ടുകൾ. അത് എഴുതി കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിദ്യാസാഗർക്ക് BR പ്രസാദിൽ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊരു ടൈറ്റിൽ സോങ് വേണം. ആ ടൈറ്റിൽ സോങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ട്യൂൺ ചെയ്യുന്നില്ല. ട്യൂൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നീ പാട്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് കസവിന്റെ തട്ടമിട്ട് എന്നുള്ള പാട്ട് എഴുതുന്നത്. ഈ പാട്ട് ഒരു മുസ്ലിം പശ്ചാത്തലത്തെ കുറിച്ചിട്ട് വർണ്ണിക്കുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ സോങ് ആണ്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹാജിയാർ എന്ന ശ്രീനിവാസന്റെ ക്യാരക്ടറിന്റെ 3ാമത്തെ കല്യാണത്തിന്റെ വിഷ്വൽസിലേക്കാണ് ഈ ടൈറ്റിൽ സോങ് തീരുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കൂന്താലിപ്പുഴ എന്നൊരു പുഴ ഇല്ല. കുന്തിപ്പുഴ എന്ന പുഴ മാത്രമാണ് കേരളത്തിലുള്ളത്. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ പാട്ട് എഴുതിയിട്ടുള്ള BR പ്രസാദ് 2023 നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കെല്ലാം അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനും മരിച്ചത് കഴിഞ്ഞ 2025 മാത്രമല്ല, ആമിനയായിട്ട്, അതായത് ശ്രീനിവാസന്റെ 3ാം ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള സൗന്ദര്യയും മരിച്ചിട്ടുള്ളത് 2004. കൂടുതൽ മ്യൂസിക് സ്റ്റോറീസിനായി ഫോളോ ചെയ്യുക. ദിസ് ഇസ് ആരതി ഫ്രം മ്യൂസിക് സ്റ്റോറീസ്. ബൈ ബൈ.